ഹായ്. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്ന ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്, ബിഹേവിയറുകൾ എന്തൊക്കെയാണ്, ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മളൊരു 4 പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5-മത്തതാണ്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടും. ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സാധനമാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഡീപ്പറായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് ഈ ഫിയർ ഓഫ് റിജക്ഷൻ. ശരിക്കും റിജക്ഷനെ അല്ല ഞാൻ ഭയപ്പെടുന്നത്. എൻ്റെ വാല്യൂ ഇല്ലായ്മ കാരണമാണ് ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടത് എന്ന തോന്നലിൽ നിന്ന്, അല്ലെങ്കിൽ എന്ന ഒരു വിശ്വാസമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം. ഞാൻ കൊള്ളില്ലാത്തത് കൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ലാത്തത് കൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളിൻ്റെ അടുത്തേക്ക് പോയത് എന്നുള്ളതാണ് എൻ്റെ ഫിയർ ഓഫ് റിജക്ഷൻ. പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നതും നമ്മളെ ഈ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടുമോ എന്നെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുമോ, ബിസിനസ്സിൽ തോക്കുമോ, അല്ലെങ്കിൽ പരീക്ഷ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുന്നിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും, ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സക്സസ്സിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ, നമ്മൾ തോറ്റുപോയി നമുക്ക് തോന്നുമ്പോൾ, ആ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്നും നമുക്ക് ഏറ്റവും വലിയൊരു ട്രോമ തന്നെയാണ്, അല്ലേ? ശരിക്കും ഈ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളെ തന്നെ ഉപേക്ഷിക്കുമ്പോഴാണ്. കാരണം നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്നോ, അതിനെ നമ്മൾ ഓൾറെഡി ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പൊ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റിലും നിൽക്കുന്നവര് ഗ്രാജുവലി നമ്മളെ ഉപേക്ഷിച്ചു തുടങ്ങും. അതാണ് ആ ഒരു ഭയമാണ്. ഫ്രണ്ട്ഷിപ്പിലൊക്കെ നടക്കുന്ന കാര്യം കണ്ടിട്ടില്ല? നമ്മൾ ചിലപ്പോൾ 2 പേരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അപ്പോഴായിരിക്കും 3ാമത് ഒരാൾ വരുന്നത് അതിനകത്തേക്ക്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ 3ാമത്തെ ആളും നമ്മളുടെ ഏറ്റവും നന്നെന്ന് പറയുന്ന ഫ്രണ്ടും അവർ ഭയങ്കര ഫ്രണ്ടായി. ഇത് ഫ്രണ്ട്ഷിപ്പിൽ മാത്രമല്ല, ഈവൻ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പോലും നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതാണ് എൻ്റെ കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ കാരണമാണ് അവർ മറ്റൊരാളിനെ ചൂസ് ചെയ്തത്. അത് ഫ്രണ്ട്സിലായിരുന്നാലും പാർട്ട്നേഴ്സിലായിരുന്നാലും ഒക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവില്ലായ്മയും നിങ്ങളുടെ കുറവും കൊണ്ടല്ല ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാള് വേറൊരാളിനെ ചൂസ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ഡിസിഷൻ ആയിരുന്നു, അല്ലേ? അതല്ലാതെ എൻ്റെ കുറവുകളോ എൻ്റെ കഴിവില്ലായ്മയോ കൊണ്ടല്ല. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹേർട്ട് ആവുന്ന കാര്യം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചിലർ പറയാറുണ്ട് കേട്ടോ, ഈ ഫിയർ ഓഫ് റിജക്ഷൻ കൂടുതലുള്ള ആൾക്കാർ പറയാറുണ്ട്, പിന്നെ അവൾ എന്നെ ഉപേക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നിയ സമയത്തിന് 2 ദിവസം മുമ്പേ ഞാനും ഉപേക്ഷിച്ചു, അപ്പൊ പിന്നെ എനിക്ക് അത്ര വിഷമം തോന്നൂലല്ലോ. ഇത് ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്നെ ഒരാൾ റിജക്ട് ചെയ്തോ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കുമ്പോൾ എന്നെ റിജക്ട് ചെയ്തവർ, ഇന്ന് എന്നെ റിജക്ട് ചെയ്തവര് നാളെ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതല്ല. അങ്ങനെ ഒരു തിയറി അല്ല. ആരെല്ലാം എന്നെ റിജക്ട് ചെയ്താലും എന്നെ റിജക്റ്റ് ചെയ്യാത്തൊരു വ്യക്തി എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും എന്നെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല ഓരോ നിമിഷവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ഹീലിംഗ് മൊഡാലിറ്റി, അല്ലെങ്കിൽ ഹീലിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് പതിയെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാധനം. അതായത് ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു തീരുമാനം. ഓക്കെ, അപ്പൊ ഈ ഫിയർ ഓഫ് റിജക്ഷനോട് കൂടി ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, അതായത് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്ന ടോക്സിക് ബിഹേവിയറുകൾ, പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ സീരീസ് ഇവിടെ കഴിഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ ബൈ ദുലൈഖ.